നമ്മുടെ ചാനലിൽ ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടുത്തെ ആമസോണിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ വിതൗട്ട് ഗെറ്റിംഗ് ഫർദർ ഡിലേ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ ഇത് 2 ബോക്സിലായിട്ടാണ് പാക്കേജിങ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, കുറച്ച് പ്രോഡക്ട്സ് മാത്രമേ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇത്തവണ ഞാൻ വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് തന്നെ ഞാനൊരു മോയ്സ്ചറൈസറാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ലാക്ടോ കാലമൈൻ്റെ ഈ ഒരു ലൈറ്റ് മോയ്സ്ചറൈസിങ് ജെല്ലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് വന്നിട്ട് നിയാസിനമൈഡ് വിത്ത് വൈറ്റമിൻ ഇ, വൈറ്റമിൻ B5 ആൻഡ് ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു ഓയിലി സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഫോർ നോൺ സ്റ്റിക്കി ഹൈഡ്രേഷൻ, പാരബിൻ ഫ്രീ. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം. ഞാൻ വന്നിട്ട് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സെർച്ച് ചെയ്തപ്പോൾ അതിന് വന്ന സജഷൻ വന്നപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ലതായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 299 റുപ്പീസാണ് ഇതിൻ്റെ MRP ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇതിൽ നിയാസിനമൈഡ്, അതുപോലെ വൈറ്റമിൻ ഇ, വൈറ്റമിൻ B5, ഹൈലറോണിക് ആസിഡൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹൈലറോണിക് ആസിഡൊക്കെ എല്ലാവർക്കും അറിയാം, വളരെ നല്ല ഒരു മോയ്സ്ചറൈസിങ് ഏജൻ്റാണ്. അതുപോലെ നിയാസിനമൈഡ് വന്നിട്ട് ഓയിലി സ്കിന്നിന് നല്ലപോലെ സ്യൂട്ട് ആവുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് വന്നിട്ട് ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഒരു പാക്കേജിങ് വന്നിട്ട് കുറച്ച് അത്ര നല്ല പാക്കേജിങ് എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് പ്ലാസ്റ്റിക് വന്നിട്ട് അത്ര ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് അല്ല, ഒരു മീഡിയം ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇതിൽ ഇതുപോലെ ഒരു ഫോയിൽ കവറേജ് കൊടുത്തിട്ടുണ്ട്. സ്പില്ലേജിന് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോയിൽ പേപ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ദേ ഇവിടെ ഇത് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു ലൈറ്റ് ബ്ലൂ കളറാണെന്ന് നമുക്ക് തോന്നും. അത് ഈ ഒരു കണ്ടെയ്നറിൻ്റെ കൂടെ ഒരു കളറ് അതിൽ റിഫ്ലക്റ്റ് ആവുന്നതാണ്. ശരിക്കും ഒരു ബ്ലൂ ടിൻ്റുള്ള ഒരു വൈറ്റ് കളർ ഒരു പ്രോഡക്റ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെ, ഞാൻ എൻ്റെ കൈയുടെ ബാക്ക് വശത്തേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കണ്ട ഒരു ലൈറ്റ് ബ്ലൂ ടിൻ്റുണ്ട്. പക്ഷെ ഭയങ്കര ബ്ലൂയിഷ് ആണെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ല ഈസി ആയിട്ട് അബ്സോർബ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് ഇൻസ്റ്റൻറ്റ് ഹൈഡ്രേഷനും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഒക്കെ കൊണ്ടുതരുന്ന ഒരു പ്രോഡക്റ്റാണിത്. വളരെ നല്ല എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഹൈഡ്രേഷൻ, ഒരു ഗ്ലോ ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എത്രത്തോളം നമ്മുടെ ഫേസിന് സ്യൂട്ടാകും എന്നുള്ളത് പറയാൻ പറ്റൂ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഉള്ളൊരു യൂസേജിൽ ഞാൻ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ്. നല്ല രീതിക്ക് ഒരു മോയ്സ്ചറൈസിങ് ഒക്കെ തരുന്നുണ്ട്. അതുപോലെ ഫ്രേഗ്രൻസ് പറയുകയാണെങ്കിൽ ഒരു മൈൽഡ് ഒരു കാമിങ് ആയിട്ടുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് ഇതിനുള്ളത്. ഭയങ്കര ഒരു കുത്തുന്ന ടൈപ്പ് ഓഫ് ഫ്രേഗ്രൻസ് ഒന്നുമല്ല, ഒരു കാമിങ് ഫ്രേഗ്രൻസ് തന്നെയാണ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ ഫസ്റ്റ് വാങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്, ലാക്ടോ കാലമൈൻ്റെ ഈ ഒരു ലൈറ്റ് മോയ്സ്ചറൈസിങ് ജെല്ലാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഒരു സൺസ്ക്രീൻ ആണ്. അക്വാലോജിക്ക ബ്രാൻഡിൻ്റെ ഗ്ലോ പ്ലസ് ഡ്യൂയി സൺസ്ക്രീൻ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പപ്പായ ആൻഡ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ ബ്രൈറ്റൻ പ്ലസ് ഹൈഡ്രേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ആണ്. SPF 50+, അതുപോലെ തന്നെ PA++++, UVA UVB പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സൺസ്ക്രീൻ ആണ്. യുണീക്ക് വാട്ടർ ലോക്ക് ടെക്നോളജി ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിന് മുൻപും അക്വാലോജിക്കയുടെ ഈ ഒരു എന്താ പറയുക സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നല്ലൊരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് പൗഡറൊക്കെ ഇട്ട് ഭയങ്കര മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ലുക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്കൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് നല്ല ഒരു ഗ്ലോ തരും. എന്നാൽ ആ ഒരു വൈറ്റ് കാസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും തന്നെ ഈ ഒരു പ്രോഡക്റ്റിൽ ഉണ്ടാവില്ല. ഞാൻ എൻ്റെ സൺസ്ക്രീൻ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഞാൻ പല സൺസ്ക്രീൻസ് മാറി ട്രൈ ചെയ്ത് നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഈ ട്രൈ ചെയ്ത് നോക്കിയതിൽ ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്ത ഒന്നാണ് ഈ അക്വാലോജിക്കയുടേത്. എനിക്ക് ഇതുപോലെ തന്നെ എനിക്കിഷ്ടമായിട്ടുള്ള വേറൊന്നാണ് ഡെർമാക്കോയുടെ ഒരു പ്രോഡക്റ്റ് സൺസ്ക്രീൻ. എനിക്കിഷ്ടമായിട്ടുള്ളതാണ്. ഇതും ഭയങ്കര ബെസ്റ്റാണ് കേട്ടോ. ഓയിലി സ്കിന്നിന് ഭയങ്കര നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റാണ്. നല്ല ഒരു ഭയങ്കര വൈറ്റ് കാസ്റ്റോ അങ്ങനെ ഓവർ സ്വെറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള സെക്കൻഡ് പ്രോഡക്റ്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 449 റുപ്പീസാണ്. 50 grams ഓഫ് പ്രോഡക്റ്റ്സ് ആണ് വരുന്നത്. ഞാൻ ഇപ്പോൾ ഈ ലാക്ടോ കാലമൈൻ്റെ ഈ ഒരു എത്ര ഗ്രാം ക്വാണ്ടിറ്റി ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ലാക്ടോ കാലമൈൻ വന്നിട്ട് 150 gram ഓഫ് പ്രോഡക്റ്റാണ്. ഇത് വന്നിട്ട് 50 grams ഓഫ് പ്രോഡക്റ്റിനാണ് 449. കുറച്ച് കോസ്റ്റ്ലി സൈഡാണ്, പക്ഷേ എന്താ പറയുക വെർത്താണ് കേട്ടോ. നല്ല സൺ പ്രൊട്ടക്ഷനും നല്ല രീതിക്ക് നമുക്ക് തരും. അതുപോലെ തന്നെ നല്ല അങ്ങനെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ പാക്കേജിങ് ഇത് ഇങ്ങനെയാണ് കണ്ടോ. ഇത്രയുള്ളൊരു ബോട്ടിലാണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഒരു യെല്ലോ കളറ് ഒരു ബോട്ടിൽ ആണ്. നല്ല ഒരു എന്താ പറയുക, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു പമ്പ് ഒന്ന് ഈ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ടോ, അത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി. വളരെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവുന്ന ഒരു സൺസ്ക്രീനാണ്. കണ്ടോ, അതാ നിങ്ങൾക്ക് കാണാം, വളരെ ഈസി ആയിട്ട് തന്നെ അബ്സോർബ് ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് പോയിട്ടുണ്ട്. പ്ലസ് കണ്ടോ, അതും നമുക്ക് നല്ലൊരു ഗ്ലോയി എഫക്റ്റാണ് തരുന്നത്. പെട്ടെന്ന് അങ്ങനെ ഡ്രൈ ആവുമൊന്നുമില്ല കേട്ടോ. നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവുമൊന്നുമില്ല. നല്ലൊരു ഇൻസ്റ്റൻറ്റ് മോയ്സ്ചറൈസിങ് ഒരു ഗ്ലോ തരുന്ന ഒരു സൺസ്ക്രീനാണ്. പ്ലസ് പ്രൊട്ടക്ഷനും നമുക്ക് അതുപോലെ തന്നെ തരുന്നുണ്ട്. സണ്ണിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും നമുക്ക് അതുപോലെ തന്നെ തരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. ഇനി നമ്മുടെ തേർഡ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. തേർഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ഹെയർ സിറമാണ്. ബയോലാജിൻ്റെ സ്മൂത്ത് പ്രൂഫ് അവക്കാഡോ ഡീപ്പ് സ്മൂത്തനിങ് സിറമാണ്. സൂതൻസ് ആൻഡ് കൺട്രോൾസ് ഫ്രിസി ഹെയർ 100 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 325 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. ഇത് എന്താ പറയുക, ഞാൻ 2021 മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഞാൻ ഈ ഒരു സിറം യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ വേറെ ഒരു ഹെയർ സിറമും ഞാൻ മാറ്റി വാങ്ങിയിട്ടില്ല. എന്ന് മുതൽ ഞാൻ ഈ ഒരു സിറം ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയോ അതിന് ശേഷം ഇതല്ലാതെ വേറെ ഒരു പർച്ചേസും ഞാൻ ഹെയർ സിറമിന് നടത്തിയിട്ടില്ല കേട്ടോ. അത്ര എൻ്റെ ഹെയർ ടെക്സ്ചറിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് സഹായിച്ച ഒരു സിറമാണിത്. ബയോലാജിൻ്റെ ആണ്. പ്രൊഫഷണൽ 6-in-1 സിറമാണ് കേട്ടോ. ഇതെൻ്റെ 2021 മുതൽ യൂസ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാട് ബോട്ടിൽസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. എത്ര ആണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, എത്രാമത്തെ നമ്പർ ഓഫ് ബോട്ടിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത്ര റിസൾട്ടുള്ള ഒരു സിറമാണ് കേട്ടോ. എൻ്റെ ഹെയറിന് എനിക്ക് നല്ല രീതിയിൽ ഫ്രിസിനെസ് കൺട്രോൾ ചെയ്യാനും അതിൻ്റെ ഞാൻ ഹെന്ന കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ എൻ്റെ മുടി മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഫ്രിസിയായി ഭയങ്കര പെട്ടെന്ന് ബ്രേക്കേജ് വരുന്ന ടൈപ്പിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒത്തിരി മാറ്റം കൊണ്ടുവന്ന ആ ഒരു ഹെയർ ഹെൽത്തി ആയിട്ട് വെക്കാനൊക്കെ സഹായിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിൽ അവക്കാഡോ ഉണ്ട്. ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, സ്മൂത്ത് പ്രൂഫ് അവക്കാഡോ എന്ന് പറയുമ്പോൾ ഭയങ്കര മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളൊരു ഏജൻറ്റാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ തേർഡ് പ്രോഡക്റ്റ്. ഇത് വന്നിട്ട് ഞാനിപ്പം ഇതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. നോർമൽ ഒരു ഹെയർ സിറത്തിൻ്റെ സെയിം ടെക്സ്ചർ തന്നെയാണ്. ബട്ട് എന്താ പറയുക, എനിക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ തേർഡ് പ്രോഡക്റ്റ്. നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ഒരു പ്രോഡക്റ്റാണ്. ഒരു കുട്ടി പ്രോഡക്റ്റാണ് കേട്ടോ. ഡോട്ട് ആൻഡ് കീ സ്കിൻ കെയറിൻ്റെ ഒരു ലിപ് പോളിഷിങ് എക്സ്ഫോലിയേറ്റിംഗ് ഷുഗർ സ്ക്രബാണ് കേട്ടോ. ഞാനൊരു ലിപ് സ്ക്രബാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, എൻ്റെ ലിപ്സൊക്കെ ഭയങ്കര ചാപ്ഡ് ആൻഡ് ഡ്രൈ ആണ്. ഭയങ്കരമായിട്ട് സ്കിൻ പീലാവുന്നുണ്ട്. എനിക്ക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൾഡ് ഫീവർ അങ്ങനെയൊക്കെ വന്നിട്ട് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നതുകൊണ്ടും ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ബോഡി ഹീറ്റ് ആവുന്നത് കൊണ്ടൊക്കെ തന്നെ എനിക്ക് ലിപ്സിൽ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് പീലിംഗ് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് കാലമായി ഒരു സ്ക്രബ് ലിപ്സിൽ യൂസ് ചെയ്തിട്ട്, അപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളൊരു പ്രോഡക്റ്റ് ആയിരുന്നു ഇത്. അങ്ങനെയാണ് ഞാനിത് ഓർഡർ ചെയ്തത്. അതിൽ കണ്ടപ്പോൾ കുറച്ചുകൂടി ഒരു ക്വാണ്ടിറ്റി ഉള്ള ബോട്ടിൽ പോലെയാണ് എനിക്ക് തോന്നിയത് അതിൽ കൊടുത്തിരുന്ന ഇമേജ്. ബട്ട് ഇത് വന്നിട്ട് അത്ര ക്വാണ്ടിറ്റി ഇല്ല, കുറച്ച് ചെറുതാണ്. എന്നാലും സാരമില്ല, നമുക്ക് എങ്ങനെ യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 249 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. ഇത്തിരി കുഞ്ഞൻ ബോട്ടിലിൻ്റെ റേറ്റ് കണ്ടല്ലോ, കുറച്ച് 249 റുപ്പീസാണ്. ഇത് വന്നിട്ട് 15 ml ഓഫ് പ്രോഡക്റ്റ് ഇതിലുള്ളൂ. 15 ml ഓഫ് പ്രോഡക്റ്റിനാണ് ഓൾമോസ്റ്റ് 249 റുപ്പീസ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. കണ്ടോ, ആസ് യൂഷ്വൽ നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ നോർമൽ പാക്കേജിങ് തന്നെയാണ്. ആ ഒരു തൊപ്പി പാക്കേജിങ് ആണ്. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ നല്ലൊരു ക്യൂട്ടൊരു പാക്കേജിങ് ആണ് കേട്ടോ. ഡോട്ട് ആൻഡ് കീയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ഇവരുടെ പാക്കേജിങ് ആണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ അതേ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഭയങ്കര ടൈനി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എത്ര പ്രാവശ്യത്തേക്ക് യൂസ് ചെയ്യാനുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ചുകൂടെ വലിയൊരു സൈസ് ബോട്ടിലാണ്. അതിൽ പിക്ചർ ഭയങ്കര എൻലാർജ് ചെയ്തിട്ടായിരുന്നു ആമസോണിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ആണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് വന്നപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ സാധനം. അപ്പോൾ ഇത് കണ്ടോ, ഒരു മിൻറ്റി ഷുഗറി ഫ്ലേവറിലുള്ള ഒരു സ്ക്രബാണ് കേട്ടോ. ഒരു മിൻറ്റ് ഫ്ലേവറാണ് എനിക്ക് വരുന്നത്. അതുപോലെ പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ടർക്വൈസ് ബ്ലൂ കളറിലുള്ളൊരു ബ്ലൂ ഗ്രീൻ കൈൻഡ് ഓഫ് കളറാണ്.
ഈ ഒരു സ്ക്രബിന്. ഇതിൽ അത്ര ഗ്രാന്യൂൾസ് ആയിട്ടുള്ളത് പോലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാതെ കണ്ടോ, അതിലങ്ങനെ ഒരു ഗ്രാന്യൂൾസ് ഉള്ളത് പോലെ ഒന്നും അങ്ങനെ തോന്നുന്നില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ 4th പ്രോഡക്റ്റ്. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ടൊരു ഐലൈനറാണ്. ഷുഗർ പോപ്പിൻ്റെ സ്മഡ്ജ് പ്രൂഫ് ഐലൈനറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒരു മാറ്റ് ഐലൈനർ, ഷെയ്ഡ് നമ്പർ 02 ബ്ലൂ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഒരു ബ്ലൂ ഐലൈനറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 219 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കളർ ഐലൈനർ വാങ്ങണമെന്ന് കുറേ നാളായിട്ട് നോക്കിയിരുന്നപ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതേ ബാക്കിൽ ഈ ഒരു സൈഡിലൂടെ നമുക്ക് ഇത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കത് എടുത്തിട്ട് അതിൻ്റെ കളർ ഏത് ബ്ലൂ ആണ്, കുറച്ച് ഡാർക്ക് ബ്ലൂ ആണോ അതോ ലൈറ്റ് ബ്ലൂ ആണോ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതേ ഉണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ്. ഒരു പ്ലാസ്റ്റിക് നോർമൽ ഒരു ഐലൈനർ പോലെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതേ ഉണ്ടോ, അത്യാവശ്യം നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ടിപ്പൊക്കെയാണ് ഇതിനുള്ളത്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്വാച്ച് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഉണ്ടോ, ഇതാണ് ഈ ഒരു ഐലൈനറിൻ്റെ കളർ. നല്ല ഒരു ഡാർക്ക് റോയൽ ബ്ലൂ കൈൻഡ് ഓഫ് കളറാണ് ഈ ഒരു ഐലൈനറിനുള്ളത്. കണ്ടോ, എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല ഒരു കളറാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കളറാണ്, എനിക്കിഷ്ടപ്പെട്ടു. അത് നമ്മൾ സ്വാച്ച് ചെയ്യുമ്പോൾ ഒരു ഗ്ലോസി എഫക്റ്റ് ഉണ്ടെങ്കിലും ഡ്രൈ ആകുമ്പോഴത്തേക്ക് കണ്ടോ നല്ലൊരു മാറ്റ് ഫിനിഷ് ആയിട്ടുണ്ട് അതിന്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കളറാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ആ ഒരു ഐലറ്റ്സിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു ഐലൈനറിൻ്റെ കളറ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റും. അപ്പോൾ ഈ ഒരു ബോക്സിലുണ്ടായിരുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ഇതേ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ബോക്സിൽ, ഈ ഒരു കുട്ടി ബോക്സിൽ എന്താണെന്ന് നോക്കാം. ഇതിൽ ഒരു ഹെയർ കളറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ ഇതിന് മുൻപും വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളൊരു ഹെയർ കളറാണ്. ബി ബ്ലണ്ടിൻ്റെ ഒരു കോംബോ ഓഫറിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കളറാണ്. ബി ബ്ലണ്ടിൻ്റെ ഒരു കളറാണ് കണ്ടോ. ബി ബ്ലണ്ട് സലൂൺ സീക്രറ്റിൻ്റെ ഒരു ഹെയർ കളറാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ തന്നെ ഹെയർ കളർ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഈ ഒരു ബി ബ്ലണ്ടിൻ്റെ സലൂൺ സീക്രട്ട് ഹൈ ഷൈൻ ക്രീം ഹെയർ കളർ. നോ അമോണിയ ഒക്കെയാണ് ഇത്. സലൂൺ ലൈക്ക് കളർ, 8 വീക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 225 റുപ്പീസാണ് പെർ പാക്ക്. ഇത് വന്നിട്ട് എനിക്ക് ഓഫറിൽ ഇങ്ങനെ 2 എണ്ണം വരുന്നൊരു കോംബോ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ലാസ്റ്റ് പ്രോഡക്റ്റ്. കണ്ടോ, 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.